ഹായ് ഫ്രണ്ട്സ്, ഫാസ്റ്റ് വർക്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഹാൻഡിൽ തട്ടാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പരിചയപ്പെടാം. ഹാൻഡിൽ തട്ടിൻ്റെ അളവിൽ പ്ലൈവുഡ് വെട്ടിയെടുത്തതിന് ശേഷം ഞങ്ങൾ സൈഡിൽ ഗ്ലാസ് ബീഡിംഗ് ആണ് വെക്കുന്നത്. സ്പോഞ്ച് വെക്കാറില്ല. ഗ്ലാസ് ബീഡിംഗ് ആകുമ്പോൾ ഇളക്കിപ്പോകാതെ നല്ല ഫിറ്റായി നിൽക്കും. തുണി ചരിഞ്ഞൊന്നും പോകത്തില്ല, നല്ല ലെവലിന് നിൽക്കും. തുണി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ് ഇതിനായി എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിനാവശ്യമായ തുണി മാത്രം വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ മുഴുവൻ ഗമ്മ് വെച്ച് മുഴുവൻ തേച്ചതിന് ശേഷമാണ് ഒട്ടിക്കുന്നത്. ഒട്ടിച്ചാണ് എടുക്കുന്നത്, സ്റ്റാപ്ലർ ചെയ്യുകയല്ല ചെയ്യുന്നത്. ഫെവിക്കോളിൻ്റെ ഗമ്മാണ് ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത്. ആദ്യം തുണിയിൽ തേക്കും, അതിനുശേഷം പ്ലൈവുഡിൽ മുഴുവൻ നല്ലതുപോലെ തേച്ച് ഒരു 2-3 സെക്കൻഡ് ഉണങ്ങിയതിന് ശേഷമാണ് അതിലേക്ക് ഒട്ടിക്കുന്നത്. ഇത് ഞങ്ങളുടെ സിമ്പിൾ മോഡൽ ഹാൻഡിൽ തട്ട് വർക്കാണ്. ഹെവി മോഡലായിട്ടും ഞങ്ങൾ ഹാൻഡിൽ തട്ട് ചെയ്യും. താഴെയൊക്കെ ഡിസൈൻ ചെയ്യും, അകത്ത് വേറെ ബോക്സൊക്കെ വരും. ഹെവി വർക്കുള്ള ഹാൻഡിൽ തട്ട് തീർച്ചയായും ചെയ്തിടുന്നതാണ്. നെക്സ്റ്റ് വീഡിയോ ഒരു ആപ്പയുടെ പെയിൻറ്റിങ് വീഡിയോ ആണ്. അത് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സെൻട്രൽ ആ ഹോളിൻ്റെ മുകളിലായി വേറൊരു പീസ് കൂടി വരുന്നുണ്ട്. അവസാനം നിങ്ങൾക്ക് ഫുൾ ഹാൻഡിൽ തട്ട് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണെന്ന്. ഇപ്പോൾ മടക്കിയെടുക്കുന്ന ആ ഭാഗത്തായി ചെറിയൊരു പട്ടിയലിൻ്റെ പീസ് ഇടുന്നുണ്ട്. അത് വെച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് സാധനം തട്ടിൽ വെച്ചാലും അത് വണ്ടി ഓടുന്നതിനിടയിൽ ഷേക്കായി പുറത്തേക്ക് വരുന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അവിടെയും സ്പോഞ്ച് പീസ് വെക്കാതെ പട്ടിയലിൻ്റെ പീസാണ് ഇടുന്നത്. അപ്പോൾ നമ്മുടെ ഹാൻഡിൽ തട്ടിൻ്റെ വർക്ക് ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് കാണാം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. താങ്ക് യു. അടുത്ത വീഡിയോ ഉടൻ തന്നെ ഇടുന്നതാണ്.